തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ 329 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കണ്ടെത്തൽ. ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. അതേസമയം കേസിൽ 3 പേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. നാടിനെ നടുക്കിയ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചതായാണ് കണ്ടെത്തൽ. 322 വീടുകൾ, 4 സർക്കാർ ഓഫീസുകൾ, 3 സ്വകാര്യ കെട്ടിടങ്ങൾ എന്നിവയ്ക്ക് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കേടുപാടുകൾ പറ്റി. ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 4ഓളം വീടുകൾ വാസയോഗ്യമല്ലെന്നും കണ്ടെത്തലുണ്ട്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തമുഖത്ത് റവന്യൂ അധികാരികളും ഫയറും പോലീസും മറ്റ് വില്ലേജും അതുപോലെ തന്നെ നഗരസഭയടക്കമുള്ള സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചു. പക്ഷേ അതിനുശേഷം കഷ്ടനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വളരെയേറെ വൈകുകയും ഇത്രയും ദിവസമായിട്ടും ഈ ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരിടക്കാല ആശ്വാസം എത്തിക്കുവാനോ ഗവൺമെൻറ് മെഷീനറിക്ക് കഴിഞ്ഞിട്ടില്ല. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കളക്ടർ സർക്കാരിന് സമർപ്പിക്കും. അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. പരിക്കേറ്റ 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കേസിൽ ഇനിയും 3 പ്രതികൾ കൂടി പിടിയിലാകാനുണ്ട്. ക്ഷേത്രം ഭാരവാഹികളിൽ നിന്ന് നഷ്ടം ഈടാക്കണമെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. #24 കൊച്ചി.